ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ആദിലേനെയും നൂറേനെയും പുതിയതായിട്ട് അക്ബറിന്റെ പക്ഷത്തേക്ക് കിട്ടിയതിൽ പിന്നെ എന്നും ഇച്ചിരി ക്യാപ്സ്യൂള് കൊടുത്ത് രണ്ടുപേരുടെയും തല തിരിക്കാനായിട്ടുള്ള ശ്രമങ്ങളാകുന്നത് അക്ബർ നടത്തുന്നുണ്ട്. നല്ല ഒന്നാന്തരമായിട്ട് തന്നെ അവർക്ക് എതിരായിട്ട് വീണ്ടും വീണ്ടും തിരിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് അക്ബർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല കളിയാണ് കേട്ടോ. അക്ബറിന്റെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുണ്ണൻ പറഞ്ഞ പോലെ നല്ല മികച്ച ഗെയിമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് എ സോഷ്യൽ ആനിമൽ. എപ്പോഴും കൂട്ടത്തിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഇങ്ങനെ കൂട്ടത്തിൽ നിന്ന് തന്നെ അക്ബർ കളിക്കട്ടെ, കൂട്ടത്തിൽ നിന്ന് പൊളിറ്റിക്സ് കളിച്ച് തന്നെ അക്ബർ കളിക്കട്ടെ. കളി എവിടം വരെ പോകും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. കാരണം ഇത് പ്രേക്ഷകരുടെ ഇടയിൽ ഒരു നല്ല ഇമ്പാക്റ്റ് അല്ല കൊടുക്കുന്നത്. അപ്പൊ അക്ബർ പറയുന്നത് ഇതാണ്, അനീഷേട്ടനുമായിട്ട് പിന്നെയും ഒരു ഹായ് ബായ് ബന്ധം ഞാൻ വെക്കും. അതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നതൊന്നും അല്ല, അനീഷേട്ടൻ സെലക്റ്റീവ് ആണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അനീഷേട്ടൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാത്തതിൽ അക്ബറിന് നല്ല വിഷമമുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ അനീഷ് അക്ബറിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അക്ബർ വിചാരിച്ചിട്ടുണ്ടാവാം. ആ ഒരു വ്യാമോഹം എല്ലാം പാടെ തെറ്റുന്ന കാഴ്ചയാണ് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടത്. അപ്പൊ എന്നിട്ട് അനീഷ് മൈക്കിന്റെ ബാറ്ററി ഇവർക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്, ആദിലേക്കും പിന്നെ അക്ബറിനും കൊടുക്കുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നത് ഇതാണ്, അനീഷേട്ടനുമായിട്ട് പിന്നെയും ഞാനൊരു ഹായ് ബായ് ബന്ധം വെക്കും, അനുമോളുമായിട്ട് ഒട്ടും ഞാൻ വെക്കില്ല. നല്ലത് പറയാൻ ഒന്നുമില്ല, അവളുടെ ക്വാളിറ്റിയിൽ നല്ലത് പറയാൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് കുക്കിംഗ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതും വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാറും, അവിടെയും വിമർശിക്കാനുണ്ടാവുമെന്ന് അക്ബർ പറയുന്നുണ്ട്. ഉടനെ ആദില, അനീഷേട്ടന് കുറെ തെറ്റിദ്ധാരണകളുണ്ട്, ഇവിടെ വന്നതിന് ശേഷമാണ് പുള്ളി അതൊക്കെ മാറ്റി എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതൊക്കെ. ഉടനെ അക്ബർ, അതൊന്നും കുഴപ്പമില്ല ആദില, എന്നെ ഈ കണ്ട വർത്തമാനം എല്ലാം പറഞ്ഞ അനുമോൾക്കെതിരെ അനീഷേട്ടൻ ഒന്നും പറയുന്നില്ല, അത് തെറ്റിദ്ധാരണയല്ല, സെലക്റ്റീവാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അക്ബർ പറയുന്നൊരു കാര്യം, എന്നെ പറയുന്നുണ്ട്, അത്രയും പക്വത ഇല്ലാത്തൊരു ആളൊന്നും അല്ല അനീഷേട്ടൻ. അനുമോള് എന്നെയും പറയുന്നുണ്ട്, അതൊന്നും കാണാതിരിക്കാൻ മാത്രം പക്വത ഇല്ലാത്ത ഒരാളൊന്നും അല്ല അനീഷേട്ടൻ എന്ന് അക്ബർ പറയുന്നു. ആദില, പുള്ളിയുടെ മനസ്സിലൊരു സംഗതിയുണ്ട്, പുള്ളിക്ക് അത് മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ കുത്തിയിരുന്ന് സംസാരിക്കണം. അനീഷേട്ടനുമായിട്ട് സംസാരിക്കാതെ അതൊന്നും മാറില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടിരുന്ന് സംസാരിച്ചാൽ മാത്രമേ മാറുള്ളൂ എന്ന് അതിൽ പറയുന്നുണ്ട് അക്ബർ. അങ്ങനെയാണെങ്കിൽ പുറത്തു പോയിട്ട് ഞാൻ സംസാരിച്ചോളാം, അകത്ത് വെച്ചിട്ട് സംസാരിക്കാതിരിക്കാനായിട്ട് പുള്ളി ആകുന്നത് ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാതിരിക്കാനായിട്ട്. പുറത്ത് ക്യാമറ ഇല്ല, ഒന്നുമില്ല, അതുകൊണ്ട് അനീഷേട്ടൻ സത്യം പറയും. എന്നെ അത്രയും ക്യാരക്ടർലെസ് ആക്കി പറഞ്ഞിട്ട് പുള്ളി ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഞാൻ ചോദിച്ചോട്ടെ, അനുമോള് മാത്രം പ്രൊവോക്ക് ചെയ്താൽ മതിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അനുമോളെ പ്രൊവോക്ക് ചെയ്യുകയും വേണം, പക്ഷെ പ്രശ്നമാവാനും പാടില്ല. മറ്റേ വാപ്പയ്ക്ക് വിളിച്ച കേസാണ് കേട്ടോ പറയുന്നത്, മ്യൂട്ട് ചെയ്ത് വിളിച്ചെന്നുള്ള ആ ഒരു കേസ്. അത് അക്ബർ പറഞ്ഞിട്ടുണ്ടെന്ന് അക്ബർ തന്നെ സമ്മതിക്കുന്നുണ്ട്. എതിർപക്ഷത്ത് അക്ബർ ആവുമ്പോൾ എല്ലാവരുടെയും തെറ്റുകൾ മറച്ചു വെച്ച് എന്നെ മാത്രം അനീഷേട്ടൻ ടാർഗറ്റ് ചെയ്യുന്നു. ഇന്നലെ തന്നെ അനു ചെയ്ത തെറ്റുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ പുള്ളിക്കൊന്നും പറയാനില്ല. ഗെയിമൊക്കെ കളിച്ചോട്ടെ, പക്ഷെ ജെന്യുവിൻ ആയിട്ട് നിന്ന് കളിക്കണം. അനീഷേട്ടൻ ജെന്യുവിൻ അല്ല. അപ്പൊ ആദില പറയുന്നുണ്ട്, ഈ ഈസ് ജെന്യുവിൻ, ഇന്നലെ പുള്ളിക്ക് ഒരു തെറ്റ് പറ്റിയതാണ്, അവിടെ അനു തെറ്റ് ചെയ്തിട്ട് പുള്ളി അത് പറയാതിരുന്നതാണ്. അക്ബർ, അല്ലല്ല, എത്രയോ വട്ടം എത്രയോ പ്രശ്നങ്ങൾ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അനീഷേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. ഇതൊരു പ്യുവർ മാനിപ്പുലേഷൻ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ. കാരണം ആദിലേനെയും നൂറേനെയും തന്റെ പക്ഷത്തേക്ക് ആക്കാൻ വേണ്ടി അക്ബർ ഇതിന് കുറെ കാര്യങ്ങൾ പറയുന്നു. അതായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ നോക്കി കാണുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ആദിലയും നൂറയും അനുമോളുടെ അടുത്തിരുന്ന് എത്രയോ കാര്യങ്ങൾ അക്ബറിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അക്ബർ ഇവർക്കെതിരായിട്ടുള്ള എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നെവിന്റെ അടുത്തും ആര്യന്റെ അടുത്തും ഒക്കെ ഇരുന്നിട്ട്. അപ്പോ ഇങ്ങനെയുള്ള കളികൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട്. അനീഷിനും കളിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അനീഷ് എന്തിന് അക്ബറിന്റെ പക്ഷത്ത് നിൽക്കണം? അനീഷിനെ ഒറ്റപ്പെടുത്താനായിട്ട് ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് അക്ബർ. ഒറ്റപ്പെടുത്തുക ഇൻ ദ സെൻസ്, ഗ്രൂപ്പ് കൂടി നിന്ന് അനീഷിനെ പല കാര്യത്തിലും ടാർഗറ്റ് ചെയ്യുക, ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുക, ക്യാപ്റ്റൻ ആവാൻ വിടാതിരിക്കുക, പിന്നെ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഞാൻ ലിസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ടീം ഡിവിഷൻ നടത്തുമ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അക്ബറിന് അനീഷിനെതിരെ ഗെയിം കളിക്കാന്നുണ്ടെങ്കിൽ അനീഷിന് തിരിച്ചും ഗെയിം കളിക്കാം. അക്ബറിന്റെ കൂടെ നിന്ന് അനീഷും അനുമോൾക്കെതിരെ നിൽക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്ത് സംഭവിച്ചേനെ. അവിടെ കംപ്ലീറ്റ്ലി കളി കഴിഞ്ഞേനെ. സത്യമായിട്ടും പറയാണ്, ഗെയിം ഓവർ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് മലയാളം സീസൺ 7 പൂട്ടിക്കെട്ടേണ്ടി വന്നേനെ. ആ ലെവലൊരു ഗെയിം പുറത്ത് നടന്നേനെ. മനസ്സിലായില്ലേ? ആ ലെവലൊരു മോബ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിന്. അത് അനീഷിന് കൃത്യമായിട്ട് അറിയാം.
അത് വെച്ചിട്ടാണ് അനീഷ് ഗെയിം കളിക്കുന്നത്. അക്ബർ പുറത്ത് നെഗറ്റീവ് ആണെന്ന് അനീഷിന് അറിയാം. അക്ബർ കളിക്കുന്ന ഗെയിം നെഗറ്റീവ് ആണെന്നുള്ളത് അനീഷിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അനീഷ് അനുമോളുടെ പക്ഷം പിടിച്ചത്. അതൊക്കെ ഗെയിം ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവരവും ബോധവും അക്ബറിന് ഇല്ല. അക്ബർ കളിക്കുന്നത് മാത്രം ഗെയിം, അനീഷ് കളിക്കുന്ന ഗെയിം അല്ല. അക്ബർ ഒഴികെ ബാക്കി ആരും കളിക്കുന്ന ഗെയിം അല്ല അക്ബറിനെ സംബന്ധിച്ചിടത്തോളം. അക്ബറും നെവിനും മാത്രം നല്ല ഗെയിമേഴ്സ്, വേറെ ആരും ഗെയിമേഴ്സ് അല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അക്ബറെ? എല്ലാവരും നല്ല ഗെയിമേഴ്സ് അല്ലേ? എല്ലാവരും ഗെയിം കളിക്കാനായിട്ടല്ലേ അവിടെ പോയിരിക്കുന്നത്. എല്ലാവരും എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കും. ആ കളി വരുന്ന സമയത്ത് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് തിരിച്ചു കളിച്ചാൽ മതി, അത്രയും കാര്യമുള്ളൂ. അതിനിങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അനീഷേട്ടൻ അക്ബറിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്ബർ ആ ലെവൽ ഒരു ക്വാളിറ്റി കാണിക്കും ആദ്യം. അത് അക്ബറിന് ഇല്ല. അത് പെരുമാറ്റത്തിലാണെങ്കിലും ആറ്റിറ്റ്യൂഡിലാണെങ്കിലും എല്ലാം. അല്ലാതെ തോന്നുമ്പം കയറി അനീഷേട്ടൻ എന്ന് വിളിച്ചിട്ട് പിന്നെ മാറി നിന്നിട്ട് എടോ അനീഷേ, പോടോ അനീഷേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന അങ്ങനെയുള്ളവരുമായിട്ട് അനീഷ് പൊതുവെ ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നെവിനുമായിട്ട് അനീഷ് ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കളികൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട്. അക്ബർ കളിക്കുന്നത് മാത്രമാണ് ഗെയിം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നെഗറ്റീവ് ഗെയിം മാത്രമല്ല ബിഗ് ബോസിനകത്തെ ഗെയിം, വേറെ പല ഗെയിം സ്ട്രാറ്റജീസും ഉണ്ട്.